VI ഓഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരുന്ന ഒരു ബോർഡാണിത്. ഒരു ബെഡ് ടൈപ്പ് ക്ലാസ് AB ബോർഡാണ് ഇത്. എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. പക്ഷേ എനിക്ക് ഇതിൻ്റെ ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്കിത് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ VI ഓഡിയോയുടെ ഈ ബോർഡ് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ C5198 എന്നുള്ള ഒരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ, അതായത് C5198ൻ്റെ 2 ട്രാൻസിസ്റ്റർ പെർ ചാനലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്റ്റീരിയോ ആണ്. അപ്പോൾ ബെഡ് ടൈപ്പ് എന്നുള്ളത് കൊണ്ടുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം. ഈ രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ഒരുപാട് ലാഭിക്കാം. ഇനിയിപ്പോൾ ഒരു ചെറിയ ക്യാബിനറ്റാണ്, ഒരു സ്ലിം ക്യാബിനറ്റ് ആണെങ്കിൽ നോക്കിയാൽ ഇതിനകത്ത് സംഭവം ഇത്രയും ഒരു സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഈ ബോർഡ് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ മറ്റേ ബോർഡുകളാകുമ്പോൾ ആ ഒരു വ്യത്യാസം ഈ ബെഡ് ടൈപ്പ് കൊണ്ടുള്ള സൗകര്യം ആദ്യത്തേത് ആ സ്പേസാണ്. അപ്പോൾ അത് നമ്മുടെ ജോഷി സാറ് ഡിസൈൻ ചെയ്ത സർക്യൂട്ടാണ്. അപ്പോൾ VI ഈ ഒരു ബോർഡ് ഈ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ബോർഡ് പരിചയപ്പെടുത്തിയാണ് VI ഓഡിയോയുടെ. അപ്പോൾ ഇതിലും അതിൻ്റേതായ സൗകര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കാണാനുള്ളത് ഇത് +0- എന്ന് പറഞ്ഞ വോൾട്ടേജ് സെക്ഷനാണ്. ഈ കാണുന്ന ഈ കൺട്രോൾ ഇൻപുട്ടാണ്. അവിടെ പ്രത്യേക രീതിയുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആർക്കും നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഹൈ ഫിഡലിറ്റി സൗണ്ട്, അതായത് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 80 വാട്ട് അറ്റ് 4 ohms, 40 വാട്ട് അറ്റ് 8 ohms. 8 ഇഞ്ച് സ്പീക്കറിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്, ഒരു സർക്യൂട്ടാണ്. അപ്പോൾ 27027 അല്ലെങ്കിൽ 24024 ഈ 2 വോൾട്ടേജിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നതും 27027 സപ്ലൈയിലാണ്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ റെക്ടിഫൈ ചെയ്ത് DC ആക്കിയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനിലായിട്ട് ഇവിടെ ഒരു സ്പീക്കർ കൗണ്ടർ, ഇവിടെ ഒരു സ്പീക്കർ കൗണ്ടർ, ഇവിടെ പവർ സപ്ലൈ, ഇവിടെ ഇൻപുട്ട്. അപ്പോൾ ഈ ബോർഡ് ജസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും സോൾഡർ ചെയ്യേണ്ട, സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഹീറ്റ് സിങ്ക് ഇനി ഇപ്പോൾ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നല്ല ലോഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഫാൻ ഉപയോഗിക്കണം എന്നുള്ളത് സ്വാഭാവികം. ഏത് ബോർഡായാലും നമുക്ക് ഹീറ്റ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഫാൻ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ബോർഡ് ഇവിടെ അതിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ അമർത്താണ്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രെങ്ത്തിലുള്ള ബോർഡാണ്. അതായത് ഗ്ലാസ് എപ്പോക്സി ബോർഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശദീകരിക്കാനൊന്നും ഈ ബോർഡിലില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഈ കാണുന്നതാണ്. ഈ നമ്പറിൽ ചെക്ക് ചെയ്താൽ അവരെ കാറ്റലോഗിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കണക്ഷൻ, പവർ സപ്ലൈ ഏതാണ്, റേറ്റ് എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഈ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ മെയിൻലി നമുക്ക് ഇത് ചെക്കിംഗ് ആണ്. ഇതൊന്ന് പ്ലേ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ കണക്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ കണക്ഷൻ കൊടുത്ത് വെച്ചാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സംഗതികൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യത്തിന്. അപ്പോൾ ഇത് ഒരു റെക്ടിഫയർ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 27027 എന്ന് പറയുമ്പോൾ DC അല്ല, 27027 റെക്ടിഫൈ ചെയ്തിട്ടുള്ള DC ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. 24024 അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻപുട്ടിൻ്റെ ഈ ഒരു കണക്ഷൻ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഈ കണക്ടർ കിട്ടും. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു വോളിയം കൺട്രോൾ വെച്ചിട്ട് ഒരു RCA സോക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിവിടെ ഇൻപുട്ട് കൊടുത്തു. ഇനി സപ്ലൈ, അതിൽ നെഗറ്റീവ്, ഗ്രൗണ്ട്, പോസിറ്റീവ്, അത് ഈ ഏരിയയിലായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ആംബ് അസംബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വയറല്ല ഉപയോഗിക്കേണ്ടത്. ഇത് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വയറാണ്. അപ്പോൾ നല്ല രീതിയിൽ ആവശ്യമുള്ള രീതിയിലുള്ള വയറിങ്, ആവശ്യമുള്ള രീതിയിലുള്ള സൈസിൽ നിങ്ങളുടെ വയർ സെലക്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള വയറിങ് കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്, സ്പീക്കേഴ്സായിട്ടും പവർ സപ്ലൈ ആയിട്ടും. അപ്പോൾ പരിപാടി കഴിഞ്ഞു, സിമ്പിൾ. ഇനി സ്പീക്കർ കൊടുക്കാം. ഇതിൽ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഈ എൻഡിൽ 2 സൈഡിലും എൻഡിലുള്ളതാണ് നെഗറ്റീവ്, സ്പീക്കറിൻ്റെ ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. ഇത് പോസിറ്റീവ്. അപ്പോൾ പവർ സപ്ലൈ കണക്ഷനും സ്പീക്കർ ഇൻപുട്ട് എല്ലാം കൊടുത്തു. നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വോളിയം കൺട്രോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വോളിയം കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് പ്ലേ ചെയ്യുക. അപ്പോൾ ഓൺ ആക്കിയാൽ ഇവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ വരും. അപ്പോൾ ആദ്യം നമ്മൾ പ്ലഗിൻ ചെയ്യാം. ഇപ്പോൾ കണ്ട ആ ബ്ലൂ ഇൻഡിക്കേറ്റർ ഇത് ഓണായി. നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും വലിയ ഡേഞ്ചറുള്ള സൗണ്ടൊന്നും കേട്ടിട്ടില്ല, നല്ല നീറ്റാണ്. അപ്പോൾ ഒരു NCS മ്യൂസിക് പ്ലേ ആക്കാം. അപ്പോൾ നമ്മൾ ആ ലാപ്പിൽ നിന്നുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൈക്കിലാണ്.
നോയ്സ് അമ്മയും ഒക്കെ ക്ലിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല കേട്ടോ, ഓണായിന്ന് അറിയുന്ന പോലും ഇല്ല. ഒരു റോക്ക് മ്യൂസിക് ആയിപ്പോയില്ലേ, മറ്റൊരു മ്യൂസിക് നോക്കാം. ഈ NCS മ്യൂസിക് എല്ലാം ഇങ്ങനെ ഭയങ്കര ജഗപോക മ്യൂസിക്കാണ്. നമുക്ക് മറ്റൊരു യൂട്യൂബ് മ്യൂസിക് ഉണ്ട്, അതും കൂടി ഒന്ന് ബ്ലാക്ക്. നല്ല ബേസാണ്. ഞാൻ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഡയറക്റ്റ്. ഇതൊരു യൂട്യൂബ് മ്യൂസിക്കാണ്. അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് അതിലില്ലാതടാ. ഞാൻ കൈ തട്ടുമ്പോൾ വരുന്നതാ. എന്തായാലും നല്ല ക്ലാരിറ്റിയാണ്. ഇതൊരു ടോൺ ബോർഡ് ഇട്ടാൽ നല്ല ഇടി കിട്ടും, നല്ല എഫക്റ്റ്, നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. നല്ല കമ്പണൻസ് ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഈ മറ്റൊരു വെർഷൻ അവർ ഇറക്കിയതിൽ ഇതിൽ ഈ കാണുന്ന ഈ സ്റ്റേജിലുള്ള ഈ ട്രാൻസിസ്റ്റേഴ്സൊക്കെ കുറച്ച് കൂടിയ ടൈപ്പ് വാല്യൂസ് വ്യത്യാസമുള്ളതായിരുന്നു ഇട്ടിരുന്നത്. ഇതിലിപ്പോൾ വേറൊരു ടൈപ്പാണ് കാണുന്നത്. ആ ഒരു വ്യത്യാസം ഞാനിപ്പോൾ കാണുന്നുണ്ട്. മറ്റ് റിവ്യൂസിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മറ്റ് ചില കമ്പണൻസ് നമുക്ക് സ്റ്റേജിൽ കാണാം, ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. വേറെ പെർഫോമൻസിലൊന്നും അതൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ല എഫക്റ്റാണ്. അപ്പം ബിയുടെ LG ഹൈഫൈ സ്റ്റീരിയോ ബെഡ് ടൈപ്പ് സ്റ്റീരിയോ ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ കയറിയിട്ട് ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചാറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. കൊറിയറായിട്ട് ഇവിടെ എത്തും. എനിക്ക് ഇവിടെ കൊറിയറായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളെ റിവ്യൂ നിങ്ങൾക്ക് നല്ല ഇമ്പ്രസീവായി തോന്നിയെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്.